ശബരിമല ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോകേണ്ട ക്ഷേത്രമാണ്. ഒരിക്കൽ മാത്രം പോയാൽ മതി, അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. കാരണം മാളികപ്പുറത്തമ്മയുടെ കഥ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ 1970s റിലീസ് ചെയ്തതിനു ശേഷം വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് അയ്യപ്പന്റെ കഥകളുടെ പോലും ഉണ്ട്. ഈ തടമ്പ് മാളികപ്പുറം ക്രോസ് ചെയ്തിട്ട് വേണം 18ാം പടിയിലേക്ക് പോകാൻ. മാളികപ്പുറത്തിന് മുമ്പിലെത്തുമ്പോൾ ഈ തടമ്പ് ചിരിക്കും. മകൻ അമ്മയെ നമസ്കരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മയുടെ മുമ്പിലൂടെ മകൻ പോകുമ്പോൾ അമ്മയെ നമസ്കരിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ കറുപ്പും ഇടുന്ന നിർബന്ധമുള്ളത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, ഭഗവാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലസ്വരൂപനാണ്, കാലത്തിന്റെ സ്വരൂപമായിട്ടാണ് കറുപ്പിനെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് കറുപ്പെടുക്കുന്നത്. 2, കളർഫുൾ അല്ലാത്ത ജീവിതം ഉണ്ട് ലോകത്ത്, അല്ലേ? നമ്മളെപ്പോഴും ഈ ആഘോഷങ്ങളും സോക്കോൾഡ് പാർട്ടി വൈബൊന്നും അല്ലാത്തൊരു ലൈഫുണ്ട്. ആ ലൈഫ് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള ആനന്ദത്തിൻ്റെതാണ്. അതാണ് ശബരിമലയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഒരു നിർവൃതി എന്നൊക്കെ നമ്മൾ പറയും. ശരം കുത്തുക എന്നുള്ളത് ഒരു സിമ്പിളാണ്. അതായത് നമ്മുടെ ധർമ്മത്തിൽ എന്തിനും ഒരു സിമ്പിൾ ഉണ്ടാവും. ഈ പറയുന്ന ഭഗവാന്റെ ആ ഹിംസയില്ലാത്ത ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മുടെ ഹിംസാചിന്തകളെ മൊത്തം ആ ശരം കുത്തി നമ്മൾ കുത്തുന്നത്. അതായത് നിങ്ങൾ ഒരിക്കൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവാകുന്ന നെയ്യ് നിങ്ങളുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയിൽ നിറച്ചുകൊണ്ട് ആ പരമാത്മ ചൈതന്യത്തെ നിങ്ങൾ കാണാൻ പോകുന്നു. അവിടെ ചെന്ന് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഭഗവാന്റെ ദേഹത്തോട് അഭിഷേകം ചെയ്യുന്നു. അതോടുകൂടി നിങ്ങൾ ഭഗവാനായി മാറി, നിങ്ങളുടെ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു. ആ ബാക്കി വന്ന നിങ്ങളുടെ ജഡമാകുന്ന തേങ്ങ നിങ്ങൾ ആഴിയിലെറിഞ്ഞ് കളയുന്നു. നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടി. ഈ ക്ഷേത്രങ്ങൾ, കാവുകൾ അല്ലെങ്കിൽ കോവില്, ഇതെല്ലാം വ്യത്യസ്തമായ സംഭവങ്ങളാണോ? കാവ് എന്ന് പറയുന്നതാണ് നമ്മുടെ പരമ്പരാഗത ആരാധനാ കേന്ദ്രം. കാവ് ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വഴിപാട് ബോർഡോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാവിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത കാവ് പ്രകൃതിയാണ് എന്നുള്ളതാണ്. പ്രകൃതിയോട് ഇണങ്ങിയതാണ് കാവുകൾ. ഇപ്പം നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന നാഗക്കാവുകൾ, അല്ലെങ്കിൽ ഹനുമാൻ കാവ്, അയ്യപ്പൻ കാവ്, ഇതൊക്കെ കാവാണ്. ഇന്ന് ഈവൻ നാഗങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോലും നമ്മൾ നാഗരാജ ക്ഷേത്രം എന്ന് എഴുതേണ്ട ഒരു ഗതികളിലാണ്. കാരണം ക്ഷേത്രം എന്ന് എഴുതിയാൽ അതെന്തോ വലിയ സംഭവമാണെന്നും കാവ് എന്നെഴുതിയാൽ അതെന്തോ ചെറിയതാണ് എന്നുള്ള വിശ്വാസം ആളുകളിലുണ്ട്. അതൊക്കെ ഈ വന്ന സാംസ്കൃതീകരിക്കുന്ന അല്ലെങ്കിൽ ആര്യവൽക്കരിക്കപ്പെടുന്ന ആരാധനയുടെ പ്രശ്നങ്ങളാണ്. നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് കാവുകളാണ്. കാവുകൾ ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇന്ന് നമ്മൾ പല രീതിയിലും പല പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകളായിട്ടും അനുഭവിക്കുന്നത്. സോ ഈവൻ എനിക്ക് കിട്ടുന്ന വേദികളിൽ ഞാൻ കൂടുതലായിട്ട് കാവുകളെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഞാൻ പോകുമ്പോൾ അവിടെ നല്ല കാവുകൾ കാണാറുണ്ട്. ആ കാവുകൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സാധിക്കുന്ന പോലെ നമ്മൾ അഭിനന്ദിക്കാറുണ്ട് പബ്ലിക്കായിട്ട്. അതിലേക്കൊക്കെ തിരിച്ചു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് അയ്യപ്പനെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുഞ്ഞുനാൾ മുതലേ ഒരു അയ്യപ്പൻ കാവുമായി ബന്ധപ്പെട്ട് വളർന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അയ്യപ്പൻ വളരെ സ്പെഷ്യലാണ്. ഇപ്പൊ ശബരിമലക്കാലം വരാനിരിക്കുകയാണ്. ഈ ശബരിമലക്കാലം വരാനിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്ന വിവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ച സംഭവം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന നാടകീയമായ ഒരുപാട് സംഭവങ്ങളാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്? ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്നില്ല. ഋതുമതികളായ സ്ത്രീകൾക്ക് പോകാൻ ശബരിമലയിൽ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ആണുള്ളത്, അല്ലാതെ ഒരു ജെൻഡർ സെപ്പറേഷൻ ശബരിമലയിൽ ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ചോദ്യമാണ്. മീൻസ് ഇപ്പൊ വരുന്ന പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള സമയത്ത് കടന്നു പോകുന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? ഇത് 2 കോണ്ടെക്സ്റ്റിലാണ് ഇതിന് ഉത്തരം പറയാനുള്ളത്. ഒന്ന്, വിശ്വാസപരമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റും, 2, ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് വിളിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു സെർട്ടൈൻ കൾച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ടു. ഇത് 2നും 2 വിഭിന്നമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരിക്കലും ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തിക്ക് ഋതുമതികളായിട്ടുള്ള സ്ത്രീകളോടോ ഒരു മൂർത്തിക്കും, എന്ന് വെച്ചാൽ ശാസ്താവിന് മാത്രമല്ല ആർക്കും, ഇപ്പൊ ഈവൻ ശാസ്താക്ഷേത്രങ്ങളിൽ നിന്നല്ല, ഇപ്പൊ നമുക്ക് ഒരു പീരിയഡ്സ് ടൈമിൽ ഒരു ക്ഷേത്രത്തിനും പോകാൻ സാധാരണ രീതിയിൽ ആചാരം അനുവദിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു സോക്കോൾഡ് നമ്മുടെ ധർമ്മത്തിലുണ്ടായ ഒരു ചേഞ്ച് ഉണ്ട്. ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് ഈ നല്ല ചിന്തകളെ മോശത്തിലേക്ക് മാറ്റിയ ഒരു ഓൾട്ടറേഷൻ എവിടെയോ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഈവൻ നോക്കൂ, ദ്രൗപദിയുടെ കാര്യം. ദ്രൗപദി ആർത്തവ സമയത്ത് അന്തഃപുരത്തിരിക്കുമ്പോഴാണ് ദുശാസനൻ വന്ന് സഭയിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കുന്നത്. ആ സമയത്താണ് കൃഷ്ണൻ വസ്ത്രം നൽകിയതെന്ന് പറയപ്പെടുന്നു. ഈ
വസ്ത്രം കൊടുത്ത രീതിയെ വസ്ത്രാവതാരം എന്നാണ് വിളിക്കുക. ഭഗവാൻ സ്വയം വസ്ത്രമായി മാറി ദ്രൗപദിയുടെ ദേഹത്ത് വന്നു എന്നാണ്. നോക്കൂ, പീരീഡ്സ് ടൈമിലുള്ള ഒരു സ്ത്രീയെ ഭഗവാൻ സ്പർശിക്കുന്നുണ്ട് വസ്ത്രത്തിന്റെ രൂപത്തിൽ, ദ്രൗപദി അല്ലേ. അപ്പൊ പീരീഡ്സ് ആയിരുന്ന ഒരാളെ പോയി തൊടാൻ ഭഗവാൻ ഒരു മടിയില്ല. ദർ ഇസ് നോ ഇഷ്യൂസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മുടെ ആരാധനയ്ക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്. പക്ഷേ നമ്മൾ ഇതിനൊരു ക്ഷേത്രത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ ആ ക്ഷേത്രം ഫോളോ ചെയ്യുന്ന ചില രീതിയുണ്ട്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മാത്രമാണ് സോക്കോൾഡ് ഏജിലുള്ള ആളുകൾക്ക് പോകാൻ സാധിക്കാത്തത്. വേറെ ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും ഏത് സ്ത്രീക്കും പോവാം, നോ ഇഷ്യൂസ്. ശബരിമലയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പോകാൻ സാധിക്കാത്തതെന്നുള്ളതാണ് ചോദ്യം. ശബരിമലയിലെ ശാസ്താവ് എന്ന് പറയുന്നത് താപസ രൂപത്തിലുള്ള ശാസ്താവാണ്. എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഭഗവാൻ ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് ബ്രഹ്മചാരി ആയിട്ടുള്ള ഒരാളിരിക്കുന്നിടത്തേക്ക് സ്ത്രീകൾ പോകാൻ പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നശിക്കുന്ന ബ്രഹ്മചര്യമുള്ള ഒരാളെ നമ്മൾ എങ്ങനെയാണ് ബിലീവ് ചെയ്യുക, അല്ലേ? അപ്പം നിങ്ങൾ ആരെ ഇൻസൾട്ട് ചെയ്യുന്നത്? അങ്ങനെ പറയുമ്പോൾ ഭഗവാനല്ലേ ഇൻസൾട്ട് ചെയ്യുന്നത്. ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ പോകുന്നതാണോ ബ്രഹ്മചര്യം? ഒരിക്കലുമല്ല. അപ്പൊ ഭഗവാന്റെ സങ്കല്പമേ ബ്രഹ്മചാരി എന്നുള്ളതല്ല. അദ്ദേഹം ബ്രഹ്മചാരിയാണെന്നുള്ളത് സത്യം, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അതുകൊണ്ടല്ല സ്ത്രീകൾക്ക് അവിടെ റെസ്ട്രിക്ഷൻ വെച്ചത്. സ്ത്രീകൾക്കല്ല ഏജ് കാറ്റഗറി ഉള്ളത്. ഈ താപസ രൂപത്തിലുള്ള ശാസ്താവാണ് ബ്രഹ്മചാരിയായിട്ടുള്ള താപസ രൂപത്തിലുള്ള ശാസ്താവ്. താപസ രൂപം എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. ഈ താപസ രൂപത്തിലുള്ള ശാസ്താവാണ് ശബരിമലയിലെ പ്രധാനമൂർത്തി. അപ്പോൾ ഈ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾ, ഈ ഋതുമതികൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നിങ്ങൾക്കറിയാം, ദേ ഹാവ് ദ കപ്പബിലിറ്റി ടു ഗിവ് എ ബർത്ത്, അല്ലെ? അവർക്കൊരു ബർത്ത് കൊടുക്കാനുള്ള കപ്പബിലിറ്റി ഉള്ള ടൈമാണ്. അതായത് ഒരു സൃഷ്ടി നടത്താൻ അവർക്കേ സാധിക്കുള്ളൂ. ഒറ്റയ്ക്ക് സാധിക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ സൃഷ്ടിയുടെ 90% എഫേർട്ട് എടുക്കുന്നത് അവരാണ്, ഒബിയസ്ലി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളൊരു ഡിവൈൻ ആയിട്ടുള്ള എലമെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുന്നത് 2 പേർക്കേ ഉള്ളൂ. ഒന്ന് ബിലീഫ് അനുസരിച്ച് ഈശ്വരന്, 2 സ്ത്രീക്ക്. ഇവർക്ക് 2 പേർക്കേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഋതുമതികളായിട്ടുള്ള പ്രായത്തിലുള്ള ഒരാൾ ഭഗവാനെ കാണാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ താപസ രൂപത്തിലുള്ള ശാസ്താവാണെങ്കിലും, എന്ത് ശാസ്താവാണെങ്കിലും, എന്ത് മൂർത്തിയാണെങ്കിലും, ഇവർ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ആ ശാസ്താവിന് ആ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുക, ഏത് ദേവതയാണെങ്കിലും. കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള അതേ കഴിവുണ്ട്. ഇപ്പം ഞാൻ ഒരു പ്രഭാഷണം നടത്തുന്ന ഒരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റ്. കാരണം അദ്ദേഹം ഞാൻ ബഹുമാനിക്കേണ്ട ആളാണ്, എൻ്റെ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എനിക്കുള്ള എബിലിറ്റിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. വേറെ ആൾക്ക് ഇപ്പോൾ ഒരു ചായ വരുന്ന ആളാണെങ്കിൽ ഞാൻ എഴുതിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം എനിക്ക് ചായ ആയാലും പോകും, അത്രേ ഉള്ളൂ. എഴുന്നേറ്റ് നിൽക്കേണ്ടത് എൻ്റെ സംസ്കാരം, അത് വേറെ. പക്ഷേ ഇതേപോലെ ശാസ്താവിൻ്റെ സങ്കല്പം നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ താപസ രൂപത്തിലുള്ള ശാസ്താവായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതായിട്ട് വരികയും അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നം വന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നതാണ് പറയും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ തപസ് നടക്കില്ല. ലോകത്ത് ഒട്ടനവധി ശാസ്താക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും താപസ ശാസ്താവിന്റെ ഒരേ ഒരു ക്ഷേത്രമാണ് ശബരിമല. ബ്രഹ്മചാരിയായിട്ടുള്ള ശാസ്താവ് പല സ്ഥലത്തുണ്ട്, പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ശാസ്താവ് പല സ്ഥലത്തുണ്ട്. അവർക്കൊന്നും ഈ ഒരു ഇഷ്യൂ ഇല്ല. ഇവിടെ താപസ ശ്രേഷ്ഠനായിട്ടുള്ള ശാസ്താവാണ്. അതിനാണ് അദ്ദേഹം മലയുടെ മുകളിൽ പോയിരിക്കുന്നത്, അല്ലാണ്ട് ഇവിടെ പറയും. ആ മലയിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തപസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പ്രോസസ്സാണ് എന്ത്? എന്നെ കണ്ടെത്താനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ യജ്ഞം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു എൻഡ് പോയിന്റ് അല്ല, അതൊരു സർക്കിളാണ്. അതിൽ നമ്മളിങ്ങനെ ലൂപ്പിൽ പോയിക്കൊണ്ടേയിരിക്കണം. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അങ്ങനെയല്ല. ആ ലൂപ്പ് ഇപ്പോഴും ഭഗവാന്റെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ കണ്ടിന്യൂ ചെയ്യുന്ന ലൂപ്പിന് ഒരു ബ്രേക്ക് വരരുത്. ഒരാളെ ബഹുമാനിക്കേണ്ട രീതിയിൽ പോലും ഒരു ബ്രേക്ക് വരരുത്. അതുകൊണ്ട് അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. ഈ പോയിന്റ് എത്രത്തോളം ആളുകൾ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എല്ലാവരും ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ മാത്രം നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനേക്കാൾ എനിക്ക് കൂടുതലായിട്ട് എടുത്തു നിൽക്കാൻ തോന്നുന്നത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി കുറച്ചുകൂടി ആൾക്കാർക്ക് അത്ര അരോചകമായി തോന്നില്ല. അതെ, മറ്റേത് നമ്മൾ ഭഗവാന്റെ ബ്രഹ്മചര്യത്തെ നിങ്ങൾ സംശയിക്കുകയാണ്. ഒരു സ്ത്രീ വന്നാൽ പോകുന്നതേ ഉള്ളൂ ബ്രഹ്മചര്യം എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരമില്ല. ഇവിടെ നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തി സ്ത്രീയെ ആദരിക്കുന്ന ആളാണ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കഥകളാണ് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാന കഥാപാത്രമാണ് മാളികപ്പുറം. മാളികപ്പുറത്ത് അമ്മ എന്ന് പറയുന്നത് ഒരു കന്യാസ്വാമികളും വരാതിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദേവിയായിട്ടാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒരു കന്യാസ്വാമിയും വന്നില്ലെങ്കിൽ അയ്യപ്പനെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരമ്മ. ശരിക്കും അത് തന്നെയാണോ മാളികപ്പുറത്തമ്മ?
ഒരിക്കലല്ല. ഇതൊക്കെ ഒരാൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, പക്ഷെ അത് എത്രത്തോളം ശാസ്ത്രവുമായിട്ടും വിശ്വാസങ്ങളുമായിട്ടും പരമ്പരാഗത രീതികളുമായിട്ടും അടുത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. മാളികപ്പുറത്തമ്മയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ്. അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫാണ് എങ്കിലും വസ്തുത പറയുമ്പോൾ അതല്ല അതിൻ്റെ ശരിയെന്ന് പറയേണ്ടി വരും. കാരണം മാളികപ്പുറത്തമ്മയുടെ കഥ, സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ 1970s റിലീസ് ചെയ്തതിന് ശേഷം വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് അയ്യപ്പൻ്റെ കഥകളുടെ പോലും ഉണ്ട്. ആ കഥ പ്രകാരം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹിഷി എന്ന് പറയുന്ന രാക്ഷസ സ്ത്രീക്ക് മോക്ഷം കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു മുനികുമാരിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയും എനിക്കിനി ആരുമില്ല, എൻ്റെ ഭർത്താവായിട്ട് അങ്ങ് വരണം എന്ന് അയ്യപ്പനോട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ പറയുന്നു, ഞാൻ ഈ ജന്മത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല. വീണ്ടും അപേക്ഷിക്കുന്നു. ആ സമയത്താണ് ഇങ്ങനെ കണ്ടീഷൻ പറയുന്നത്, കന്നി അയ്യപ്പന്മാരാരും വരാത്ത ഒരു മണ്ഡലകാലത്ത് അങ്ങനെ ഒരു കാലം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം. ഇത് ആ സമയത്ത് ഉണ്ടാക്കിയൊരു ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ളതാണ് സത്യം. ഇതിന് വസ്തുതകളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മാളികപ്പുറത്തമ്മ ആരാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം അവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ മാളികപ്പുറത്തമ്മയുണ്ട്. അതായത് ഒരു ദേവീ ചൈതന്യം ആ പ്രദേശത്തുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് കാവുകളാണ് ഉണ്ടായിരുന്നത്. വനവാസികളായിട്ടുള്ള ആളുകൾ ആരാധിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു കാവ് ഉണ്ടായിരുന്നു, അതൊരു ദേവിയായിരുന്നു. ആ ദേവിയാണ് നമ്മൾ ഇന്ന് സോ കോൾഡ് മാളികപ്പുറത്തമ്മയായിട്ട് മാറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, അത് പന്തളം രാജകുടുംബം ആണല്ലോ അയ്യപ്പന്റെ ഒരു പാരൻസ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ആ പന്തളം രാജകുടുംബത്തിന്റെ പരദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയാണ് എന്നൊരു വകഭേദമുണ്ട്. അപ്പോൾ ആ ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ എന്നുള്ള വിശ്വാസം. ഈ രണ്ട് വിശ്വാസങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത്. അതായത് മുമ്പേ അവിടെ ഒരു ഭഗവതിയുണ്ട്, അത് മാളികപ്പുറത്തമ്മയാണ്. ആ മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ ഉപാസിച്ചിരുന്നു എന്ന് പറയുന്നു. രണ്ട്, ഈ പറയുന്ന പന്തളം രാജകുടുംബത്തിന്റെ കുലദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയുടെ ക്ഷേത്രമാണ് മാളികപ്പുറത്തമ്മ എന്ന് അമ്മയുടെ രൂപത്തിലാണ്, ദേവീ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പന്റെ അമ്മയുടെ സ്ഥാനമാണ്, ഒരിക്കലും കാമുകിയുടെ സ്ഥാനമല്ല. ഇത് കാമുകി സ്ഥാനത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ പിൻബലത്തിലുള്ള കഥ എന്ന് പറയുന്നത്, മകരവിളക്ക് സമയത്ത് ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കുകയും ശരംകുത്തിയിലേക്ക് വന്ന് വാദ്യഘോഷത്തോടു കൂടി വരുന്ന ഭഗവതി തിരിച്ച് ശരങ്ങളൊക്കെ കണ്ട് വളരെയധികം വിഷമത്തോടു കൂടി ഈ വർഷവും കല്യാണം നടക്കില്ല എന്ന് കരുതി തിരിച്ച് ഈ വാദ്യഘോഷങ്ങളൊന്നും ഇല്ലാതെ വളരെയധികം ശോകമുഖമായിട്ട് തീക്കട്ടയൊക്കെ അണച്ച് പന്തങ്ങളൊക്കെ കെടുത്തി തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ദേവീ ചൈതന്യം ആ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്കേ എഴുന്നള്ളുന്നില്ല. പകരം നടക്കുന്ന എഴുന്നള്ളത്ത് എന്താണ്? ഈ മാളികപ്പുറത്തിന് തൊട്ടടുത്തായിട്ട് മണിമണ്ഡപം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അയ്യപ്പന്റെ സമാധി സ്ഥലമാണ് അത് എന്നാണ് വിശ്വാസം. ഈ സ്ഥലത്ത് ഈ മാളികപ്പുറത്തമ്മയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മണിമണ്ഡപത്തിൽ മകരവിളക്ക് ഉത്സവ കാലത്ത് 5 ദിവസം കളമെഴുതി പാട്ടുണ്ട്. നമ്മുടെ കളമ്പാട്ട് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നു. ഈ കളമ്പാട്ട് സമയത്ത് കളത്തിന്റെ രൂപം വരച്ചതിന് ശേഷം അയ്യപ്പനെ കളത്തിൽ നിന്ന് എഴുന്നള്ളിക്കും. അതായത് അദ്ദേഹത്തിന്റെ രൂപം എഴുന്നള്ളിക്കും. ആ രൂപം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അത് ഒരു കൊമ്പൻ മീശയ്ക്കുള്ള രൂപമാണ്, വിഗ്രഹം, ഒരു തിടമ്പാണത്. അത് തിരുവാഭരണത്തിന്റെ കൂടെ പന്തളത്തിൽ നിന്ന് കൊടുത്തയക്കുന്നതാണ്. അപ്പൊ അയ്യപ്പൻ ഒരു യോദ്ധാവായിരുന്നു, ഒരു വീരനായിട്ടുള്ള യോദ്ധാവാണ്, ക്ലീൻ ഷേവ് അല്ല. അദ്ദേഹം ഒരു കൊമ്പൻ മീശയൊക്കെ വെച്ച ഒരു യോദ്ധാവായിട്ടുള്ള രൂപമാണ് ആ തിടമ്പിലുള്ളത്. ഈ തിടമ്പ് മണിമണ്ഡപത്തിൽ നിന്ന് 18ാം പടിയിലേക്ക് ആദ്യത്തെ 4 ദിവസം എഴുന്നള്ളിക്കും. ഇപ്പം പ്രധാനപ്പെട്ട കാര്യം, ഈ തിടമ്പ് മാളികപ്പുറം ക്രോസ് ചെയ്തിട്ട് വേണം 18ാം പടിയിലേക്ക് പോകാൻ. മാളികപ്പുറത്തിന് മുമ്പിലെത്തുമ്പോൾ ഈ തിടമ്പ് ചിരിക്കും. എന്നുവെച്ചാല് മകൻ അമ്മയെ നമസ്കരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മയുടെ മുമ്പിലൂടെ മകൻ പോകുമ്പോൾ അമ്മയെ നമസ്കരിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അല്ലാതെ കാമുകിയെ നമസ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമസ്കരിക്കാം, അത് നല്ല കാര്യം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും നല്ലതാണ്. പക്ഷെ ഇവിടെ കാമുകി എന്നുള്ള സങ്കല്പം കൊണ്ടല്ല, അമ്മയായി കണ്ട് നമസ്കരിച്ചിട്ടാണ് 18ാം പടിയിലേക്ക് പോകുന്നത്. ഇനി 5ാമത്തെ ദിവസം ഇതേ അയ്യപ്പൻ തന്നെയാണ് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത്. ഈ അയ്യപ്പൻ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് വാദ്യഘോഷങ്ങളോട് കൂടിയാണ്. ഉത്സവം ആണ്, ഉത്സവം കഴിയുന്നു. ഉത്സവ സമയത്ത് ഭഗവാന്റെ ഭക്തർ വരുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ തന്റെ ഭൂതഗണങ്ങളെ കാട്ടിലേക്ക് അയക്കുന്നതാണ് സങ്കല്പം. ഇവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കും, ഇവരെ കണ്ട് പേടിക്കേണ്ട, ഇവർക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവണ്ടേ ഭക്തർക്ക്. ഉത്സവം കഴിഞ്ഞു, ഭക്തരൊക്കെ പോയി, ഇനി ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ഭൂതഗണങ്ങളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അതിനാണ് ഭഗവാൻ ശരംകുത്തിയിലേക്ക് പോകുന്നത്. ശരംകുത്തിയിലേക്ക് പോയി ഭൂതഗണങ്ങളെ ഭയപ്പെടുത്താതിരിക്കാനാണ് തീവട്ടി അണച്ച് വാദ്യഘോഷങ്ങളില്ലാതെ ഉത്സവം കഴിഞ്ഞതുകൊണ്ട് വനദേവതകളൊക്കെ നിദ്രയിലാണ് എന്ന സങ്കല്പത്തിൽ ഭഗവാൻ ഒരു ബഹളവും ഇല്ലാതെ തിരിച്ചു വരുന്നത്. ഈ എഴുന്നള്ളിപ്പിനെയാണ് അമ്മ
ശരം കാണാൻ പോകുന്ന എഴുന്നള്ളിപ്പ് എന്ന രീതിയിൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കി മാറ്റുന്നത്. ശബരിമലയിൽ ഒരിക്കലെങ്കിലും ആ സമയത്ത് പോയ ആളുകൾക്ക് അറിയാം, മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പ് നടക്കുന്നേ ഇല്ല. അവിടെ നടക്കുന്നത് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പാണ്. ആദ്യത്തെ 4 ദിവസം 18-ാം പടി വരെയാണ്, അവസാനത്തെ ദിവസം ശരംകുത്തിയാണ്. അതുകൊണ്ട് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ദേവീ സങ്കല്പം അയ്യപ്പന്റെ അമ്മയുടെ സ്ഥാനമുള്ള ദേവിയാണ്. അയ്യപ്പനും മുമ്പേ ആ ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ശരം കുത്തുന്നത് ആദ്യമായി ശബരിമലയ്ക്ക് പോകുമ്പോൾ? ശരം കുത്തുക എന്നുള്ളത് ഒരു സിമ്പിളാണ്. അതായത് നമ്മുടെ ധർമ്മത്തിൽ എന്തിനും ഒരു സിമ്പിൾ ഉണ്ടാവും. മറ്റേ വെണ്ണ മനസ്സിന് പറഞ്ഞതുപോലെ ശരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹിംസാ ചിന്തകളുമാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന കുമാരൻ അല്ലെങ്കിൽ മണികണ്ഠൻ വോട്ടവർ, അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയതിനു ശേഷം താൻ എവിടെയാണ് ഇനി സാന്നിധ്യം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പന്തളത്തുനിന്ന് ഒരു അസ്ത്രം അയക്കുകയും അത് ശരംകുത്തിയിൽ വന്ന് കൊണ്ടുവന്നുള്ളതുമാണ് പറയുന്നത്. രണ്ടാമതൊരു ഐതിഹ്യം പറയുന്നത് ഭഗവാൻ തന്റെ അമ്പും വില്ലും ഒക്കെ അവിടെ എത്തിയപ്പോൾ ഉപേക്ഷിച്ചു എന്നൊരർത്ഥവും പറയുന്നുണ്ട്. അപ്പോൾ ഈ കന്നി അയ്യപ്പന്മാർ വരുമ്പോൾ അവിടെ ശരം കുത്തുന്നതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മല ചവിട്ടുന്നവരെയാണ് കന്നി അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് മലയ്ക്ക് പോകുമ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിൽ ഹിംസ ചിന്ത ഉണ്ടാവരുത്. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയൊരു അപ്രത്യയ ശാസ്ത്രമാണ് അഹിംസ. ഭഗവാൻ എപ്പോഴും, ഈവൻ ഏതൊരു ആളെ കാണുകയാണെങ്കിലും ഭഗവാൻ അവസാന നിമിഷം അസ്ത്രം ഉപയോഗിക്കുള്ളൂ. അതുവരെ അഹിംസയാണ്. ഭഗവാൻ സിദ്ധാന്തങ്ങൾ പറഞ്ഞും തത്വം പറഞ്ഞും മനസ്സിലാക്കാനും നോക്കുക. വാവരെയൊന്നും ഭഗവാൻ യുദ്ധത്തിൽ തന്നെ തോൽപ്പിച്ചത്, ഭഗവാനെ സംസാരിച്ചിട്ടാണ് ഭഗവാന്റെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭഗവാന്റെ ആ ഹിംസയില്ലാത്ത ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മുടെ ഹിംസാ ചിന്തകളെ മൊത്തം ആ ശരംകുത്തിയിൽ നമ്മൾ കുത്തുന്നത്. അത് ആദ്യം നമ്മൾ പോകുമ്പോൾ മാത്രം മതി. പിന്നീട് നമുക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു വട്ടം പോയി വരുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവാകുന്ന നെയ്യ് ഭഗവാനിൽ അഭിഷേകം ചെയ്യപ്പെട്ടു, നമ്മൾ ഭഗവാനായി മാറി. പിന്നെ നമ്മൾ ഓരോ തവണ പോകുമ്പോഴും കൂടുതൽ നമ്മുടെ ഭക്തി കൊണ്ട് നമ്മൾ പോകുന്നതേ ഉള്ളൂ. ശരിക്കും ശബരിമല ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോകേണ്ട ക്ഷേത്രമാണ്. ഒരിക്കൽ മാത്രം പോയാൽ മതി, അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. അതായത് നിങ്ങൾ ഒരിക്കൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവാകുന്ന നെയ്യ് നിങ്ങളുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയിൽ നിറച്ചുകൊണ്ട് ആ പരമാത്മ ചൈതന്യത്തെ നിങ്ങൾ കാണാൻ പോകുന്നു. അവിടെ ചെന്ന് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഭഗവാന്റെ ദേഹത്തോട് അഭിഷേകം ചെയ്യുന്നു. അതോടുകൂടി നിങ്ങൾ ഭഗവാനായി മാറി, നിങ്ങളുടെ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു. ആ ബാക്കി വന്ന നിങ്ങളുടെ ജഡമാകുന്ന തേങ്ങ നിങ്ങൾ ആഴിയിലെറിഞ്ഞ് കളയുന്നു, നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടി. പിന്നീട് നമ്മൾ പോകുന്നത് നമ്മുടെ ആ ഒരു പ്രോസസ്സ് നമ്മുടെ മനസ്സിന് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ. എപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു കഴിയും. 18 തവണ പോകുമ്പോൾ നമ്മൾ ഗുരുസ്വാമി അത്രയും എക്സ്പീരിയൻസ് ചെയ്യാണിത്. ഇത് ഓരോ വർഷവും ചെയ്യേണ്ട ഒരു എക്സസൈസ് അല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ട്രൂ ആയിട്ട് സംഭവിക്കണം. നമ്മുടെ ആത്മാവ് ഭഗവാനിൽ ലയിക്കുന്നതായിട്ട് നമുക്ക് തോന്നണം. പിന്നീട് നമ്മൾ ഇന്ന് ചെയ്യുന്ന അവസ്ഥ എന്താണ് ആലോചിച്ച് നോക്കൂ. നമ്മൾ വ്രതം എടുക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള നല്ല ചിന്തകളും നല്ല ശീലങ്ങളും നമ്മൾ കീപ്പ് ചെയ്യുന്നു. മലയ്ക്ക് പോകുന്നു, മലയ്ക്ക് പോയി മാല ഊരിയതിന്റെ പിറ്റേ ദിവസം മുതൽ വീണ്ടും ഈ അഴുക്ക് ചാലുകൾ നടന്ന വീണ്ടും ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അങ്ങനെയല്ലല്ലോ മലയ്ക്ക് പോകേണ്ടത്. പോയി വന്ന ആള് തന്നെ ആയിരിക്കണം പിന്നെയും ജീവിക്കേണ്ടത്. പോകുമ്പോൾ ഒരാള് തിരിച്ചു വരുമ്പോൾ വേറൊരാള് ആ ഏർപ്പാടില്ല. പോകുമ്പോൾ ഒരാള് തിരിച്ചു വരുമ്പോൾ വേറൊരാൾ ആവണം, പക്ഷെ തിരിച്ചു വരുമ്പോൾ ആയ വേറെ ആള് പിന്നെ മാറാൻ പാടില്ല. അതാണ് പിന്നെ യഥാർത്ഥ ജീവിതം. ഈ കറുപ്പും ഇടുന്ന നിർബന്ധമുള്ളത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, ഭഗവാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലസ്വരൂപനാണ്, കാലത്തിന്റെ സ്വരൂപമായിട്ടാണ് കറുപ്പിനെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് കറുപ്പെടുക്കുന്നത്. 2, കളർഫുൾ അല്ലാത്ത ജീവിതം ഉണ്ട് ലോകത്ത്, അല്ലെ? നമ്മളെപ്പോഴും ഈ ആഘോഷങ്ങളും സോക്കോൾഡ് പാർട്ടി വൈബൊന്നും അല്ലാത്തൊരു ലൈഫുണ്ട്. ആ ലൈഫ് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള ആനന്ദത്തിൻ്റെതാണ്. അതാണ് ശബരിമലയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു നിർവൃതി എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിന്റെ ഒരു ചൈതന്യത്തിന്റെ ഒരു സിംബോളിക് ആയിട്ട് നമ്മൾ കറുപ്പ് പറയാറുണ്ട്. അവസാനത്തെ ചോദ്യമാണ്. ഇതുപോലെ റീലില് അങ്ങ് ചെയ്തത് തന്നെയാണ് നമ്മുടെ കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന സിനിമയില് ദേവി അവസാനം പൂജാരി നട അടച്ചു പോയി കഴിഞ്ഞാൽ ഞാനും ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഈ റീല് കണ്ടപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. എന്നെ വളരെയധികം സന്തോഷം. എനിക്ക് മോക്ഷ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ആ റീല് കണ്ടിട്ട്. അവർക്ക് ബംഗാളി അറിയാലോ, അവർ ബംഗാളിയാണ്, പക്ഷെ എന്നാലും അവർക്ക് അതിന്റെ അർത്ഥമൊക്കെ ആളുകൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ചോദിച്ചോളൂ. അപ്പൊ അതിന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭഗവാന്മാർക്കും ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലുകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈശ്വരനെ നമ്മളിൽ ഒരാളായിട്ട് കാണുന്ന സമയത്താണ് നമുക്ക് ഈ എന്തും നമുക്ക് ഭഗവാനോട് പറയാൻ പറ്റുന്നത്. നമ്മുടെ സെയിം വേവ് ലെങ്ത്തുള്ള ഒരു പാർട്ട്ണറല്ലേ നമ്മളെപ്പോഴും നോക്കുന്നത്. നമ്മളൊരു പാർട്ട്ണറെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സങ്കല്പം എന്താണ്? നമ്മൾ ഒരേ വൈബാണ് എന്നാണ് പറയുക. എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണം? നല്ല വൈബാണ്. കാരണം നമ്മൾ ഒരേ വൈബാണ് എന്നാണ് നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുക. ഒരേ വൈബിലുള്ള ഒരാളോടെ നമുക്ക് എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ വൈബിലുള്ള ആളോടെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ സാധിക്കില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ പാരൻസിനോട് ഷെയർ ചെയ്യാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്ന ഡിപ്രഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്കൊരു കൗൺസിലറോട് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കാത്തത്?
നിങ്ങൾ ഒരേ വൈബല്ല. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റിയോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരേ വൈബ് ആയതുകൊണ്ടാണ്. നമ്മുടെ ഈശ്വരന്മാരൊക്കെ തന്നെ നമ്മുടെ വൈബുള്ള ആൾക്കാരായി മാറിയാലേ നമുക്ക് അവരോട് സംസാരിക്കാനും അവർ പറയുന്നത് കേൾക്കാനും സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒറ്റയ്ക്കാണ്, ഭഗവാന് വിശക്കുന്നുണ്ട്, ഭഗവാന് സ്നേഹം വേണം. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഞാൻ കരുതുന്നത് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ ധർമ്മ സംസ്ഥാപനമാണ് കാരണം എന്ന് പറയുന്നു. അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഇവൻ പാലാഴിയിൽ കിടക്കുന്ന ഗുരുവായൂരപ്പനും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഒരു അമ്മയുടെ വാത്സല്യം എനിക്ക് അതിര് കവിഞ്ഞ് അനുഭവിക്കണമെന്ന്. അതിന് പറ്റിയ ഒരു അമ്മയായിട്ടുള്ള യശോദ ഭൂമിയിൽ ജനിക്കുമ്പോഴാണ് ഭഗവാൻ വീണ്ടും വന്ന് ജനിക്കുന്നത്. കാരണം ഒരമ്മയുടെ സ്നേഹം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ അവതാര സമയത്ത് എനിക്ക് ധർമ്മ സംസ്ഥാപനം ചെയ്യണം, അതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊരു അമ്മയുടെ മോനായിട്ട് ജീവിക്കണം എന്ന് ഭഗവാൻ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഭഗവാൻ വന്നത്, അല്ലെങ്കിൽ ഭഗവാൻ നേരത്തെ വരായിരുന്നല്ലോ അല്ലേ. അപ്പം അവർക്കൊക്കെ വിചാരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട്, നമ്മൾ വായി തോന്നിയത് ഭഗവാനോട് പറയില്ല, വായി തോന്നിയത് ചെയ്യില്ല. അങ്ങനെ ഒരാൾ ഇവിടെ എല്ലാം കാണാനുണ്ട്, അയാൾക്ക് എൻ്റെ അതേ ഇമോഷൻസ് ഉണ്ട്, ഞാൻ ചിന്തിക്കുന്ന അയാൾക്ക് മനസ്സിലാവും എന്ന് ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നും? ഒരിക്കലും തോന്നില്ല. കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾക്കറിയാം. അയാൾ ഇരിക്കുന്നത് നമ്മുടെ അകത്താണ്, നമ്മുടെ അതേ ഇമോഷൻസും നമ്മുടെ വിചാരങ്ങളും അയാൾക്കുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്കൊരു അധാർമികമായിട്ടുള്ള പാതയിലേക്ക് പോകാൻ തോന്നുന്നത്? ഒരാളൊരു പാക്കറ്റ് എടുത്ത് തന്നിട്ട് ഇത് വലിച്ചു എന്ന് പറയുമ്പോൾ അത് വലിക്കരുത് എന്ന് അകത്തിരുന്ന ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കില്ലേ? ആ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരാളായിട്ട് നമ്മൾ ഭഗവാനെ കാണണം. അല്ലെങ്കിൽ ഭഗവാൻ ഇതൊക്കെ ആവാം, നമുക്ക് എന്താ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അങ്ങനെ രണ്ട് രീതി ഈ സംസ്കാരത്തിലില്ല. ഈവൻ ഒരു പൂജ ചെയ്യുമ്പോൾ പോലും ആചാര്യന്മാരോട് ചോദിച്ചാൽ പറയും, താഴ്ന്ന ഒരാൾ മുകളിലിരിക്കുന്ന ഒരാളെ പൂജിക്കുക, അയാൾ പാടില്ല. താഴ്ന്നിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ധ്യാനത്തിലൂടെ ശ്ലോകങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ എനർജി ലെവലിനെ ആ മൂർത്തിയുടേതായിട്ടുള്ള രീതിയിലേക്ക് ഉയർത്തിയിട്ടാണ് പൂജ ചെയ്യുന്നത്. താഴ്ന്ന നിലയിൽ പൂജ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സെയിം ആണ്, ഒരേ ലെവലാണ്, ഒരേ വൈബാണ്. ആ വൈബ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും ഈശ്വരന്മാരെ എന്തിൻ്റെയോ അപ്പുറത്തുള്ള ഒരു വിചാരങ്ങളും ഇല്ലാത്ത നിർവികാര പരബ്രഹ്മങ്ങളായിട്ട് കാണുന്ന രീതി നമ്മൾ ഇനിയും പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, നമുക്ക് സമൂഹത്തോടുള്ള ധാർമ്മികതയിലുണ്ടാകുന്ന കുറവൊക്കെ കൂടുള്ളൂ. ഇവർ നമുക്കിടയിലുള്ള ആൾക്കാരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പാമ്പിൻ കാവിന് പോയിട്ട് തീടാത്തത്? അവൻ അവിടെ ഉണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരും നമുക്കറിയാം, അല്ലെ? അവർ റിയലിസ്റ്റിക് ആയിട്ട് അവിടെ ഉണ്ട് നമുക്കറിയാം. അതുപോലെ ഈശ്വരനോട് നമുക്ക് തോന്നും. അപ്പോഴാണ് ഞാൻ ചെല്ലുന്ന ഇടത്ത് ഇന്ന ആളുണ്ട്, അയാൾ ഞാനിത് ചെയ്താൽ മനസ്സിലാക്കും, അത് ചെയ്യരുത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുള്ളൂ. ഭഗവാൻ സർവ്വവ്യാപിയാണ്. നിങ്ങളൊരു മോശം സ്ഥലത്ത് പോകുമ്പോഴോ മോശം എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോഴോ മോശം കൂട്ടുകെട്ടിൽ പോകുമ്പോഴോ അത് ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ആ ഒരു രീതിക്ക് പോവില്ല. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ഈശ്വരനെ മാറ്റി കാണാതെ ഈശ്വരനെ നമ്മളിൽ ഒരാളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് അറിവുകൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തന്നതിന്. താങ്ക് യു.